പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമുക്ക് നമ്മുടെ വാടാനാംകുറിച്ചി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. നമുക്കറിയാം പാലക്കാട് പട്ടാമ്പി ഗുരുവായൂർ വഴിയും അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ പട്ടാമ്പി വഴി പെരിന്തൽമണ്ണ എന്നിങ്ങനെ പോകുന്ന അതിപ്രധാനമായ ഒരു വഴിയാണല്ലോ ഇത്. റെയിൽവേ ഗേറ്റ് തുറന്നാലും വീണ്ടും കുടുസായ ഒരു പാലത്തിലൂടെ പോകേണ്ടി വരുന്നതിനാൽ വീണ്ടും വാഹനങ്ങൾ ബ്ലോക്കാകുന്ന ഒരു സ്ഥലമാണിവിടെ. കൂടാതെ റെയിൽ കഴിഞ്ഞു പട്ടാമ്പി ഭാഗത്തേക്ക് കുടിസ് പാലം കടന്ന ഉടനെ തന്നെ താഴ്ന്ന ഒരു വയൽ പ്രദേശവുമുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ വെള്ളം കയറുകയും ചെറിയ വാഹനങ്ങളൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് വാടാനാംകുറിച്ചി ഗേറ്റ് പ്രദേശം. ഇത് പറയാൻ കാരണം ഞാൻ ഈ വഴിയിലെ സ്ഥിര യാത്രക്കാരനാണ്. എൻ്റെ ഓർമ്മയിൽ 3 വർഷത്തോളമായി വാടാനാംകുറിച്ചി മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നു. ഇപ്പോൾ തീരും എന്ന് കരുതിയ പാലം പണി ഇതുവരെയും തീരാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ചില വസ്തുതകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2016 സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ആശയമാണ് വാടാനാംകുറിച്ചി പാലം. 2016 തന്നെ ഇതൊരു പദ്ധതിയാക്കുകയും തുടർന്നങ്ങോട്ട് ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചതിൻ്റെ ഫലമായി 2021 ഈ പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുകയും ചെയ്തു. ഉദ്ഘാടനം നടന്നു എന്നതല്ലാതെ വർക്കിൽ വലിയ പുരോഗതി ഉണ്ടായില്ല. കാരണം കോവിഡ് മൂലം വർക്കിന് ആളെ കിട്ടാതെ വരികയും വർക്കിന് വേണ്ട സാമഗ്രികൾ കിട്ടാതെ വരികയും ചെയ്തതോടെ 1.5 വർഷത്തോളം വർക്ക് നിർത്തിവെക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമതായി പറയുന്നത് ഈ പാലത്തിൻ്റെ കൺസെഷൻ തുക 10 കോടി ആയിട്ടായിരുന്നു അന്നത്തെ വിലയിരുത്തൽ. എന്നാൽ ഈ ഫണ്ട് കൊണ്ട് പണി തീരില്ലെന്ന് മനസ്സിലാക്കുകയും പിന്നീട് ഫണ്ട് റിവേഴ്സ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു. ഫണ്ട് റിവേഴ്സ് ചെയ്യുക എന്നത് ഒരു കാലതാമസം പിടിച്ച പണിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ കൺസെഷൻ വർക്കിന് മാത്രമായി 35 കോടിയോളം രൂപ ചിലവുണ്ടെന്നാണ് കണക്ക് കേട്ടോ. ഈ 35 കോടിയിൽ പകുതി കേന്ദ്രവും പകുതി കേരളവും വഹിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരള സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ വീണ്ടും 5 കോടി കൂടി ചിലവുണ്ടെന്ന് അറിയുന്നു. കാരണം റെയിൽവേ ഗേറ്റിന് മുകളിൽ മാത്രം പോരല്ലോ പാലം. ഈ പാലം 2 വശവും മുട്ടാൻ പ്രൈവറ്റ് ഭൂമി വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ ഭൂമിക്ക് കൊടുത്ത വില കേരള സർക്കാരിൻ്റേത് മാത്രമാണെന്ന് പറയപ്പെടുന്നു. 2016 പാലം പദ്ധതി ആവിഷ്കരിച്ചു എന്നതല്ലാതെ ഇതിൻ്റെ മുന്നോട്ടുള്ള ഒരു ചലനവും സുഗമമായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 1. ഫണ്ട് റിവേഴ്സിങ്ങും 2. കോവിഡും 3. പാലത്തിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പും വലിയ വിഷയമായി മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥലമെടുപ്പിനെ സംബന്ധിച്ച് കേസ് കോടതിയിൽ വരെ എത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ പുറമെ കേന്ദ്ര റെയിൽവേ റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ചേർന്ന് പ്രവർത്തിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. എന്നാൽ കേന്ദ്ര റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് സമയബന്ധിതമായ ഈ പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കുന്നതിൽ കാലതാമസം നേരിട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കേരള സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ, അലൈൻമെൻറ്റ് നിശ്ചയിക്കൽ, ഭൂമി സംബന്ധമായ കേസുകൾ, കോൺട്രാക്ടർ നിയമനത്തിലെ കാലതാമസം എല്ലാം ഈ പദ്ധതിയെ സാരമായ മെല്ലപ്പോക്കിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. എന്തായാലും 2016 കേരള സർക്കാരിൽ മുട്ടിട്ട സ്വപ്നം 2026 പൂവണിയും എന്ന് പ്രത്യാശിക്കാം. തന്നെയുമല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് പലവിധ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടും തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യമേതോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ആമയിഴഞ്ചാൻ പുഴ എന്ന പോലെ ആമയിഴഞ്ചാൻ പാലം എന്ന പേരും പോലും ഈ പാലത്തിന് യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെറും 680 മീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു പാലം പണിയാൻ വേണ്ട കാലയളവ് നിങ്ങളൊന്ന് നോക്കൂ. 2021 തുടങ്ങി 1.5 വർഷം നിർത്തി വെച്ചു. വീണ്ടും 2022 തുടങ്ങി ഇപ്പോൾ 2026 ആയി. 2026 വർക്ക് തീരുകയാണെങ്കിൽ കേവലം 680 മീറ്റർ പാലം പണിയാനെടുത്തത് 4 വർഷം. ഇതൊരു കൗതുകം തന്നെയല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റായി തോന്നുന്നു എങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇത്രയും ബുദ്ധിവികാസവും യന്ത്രവികസനവും ഇല്ലാത്ത കാലത്തിൽ
നമ്മളുടെ പുഴകൾക്ക് കുറുകെ റോഡിനു വേണ്ടിയും റെയിൽ സ്ഥാപിക്കാൻ വേണ്ടിയും മുൻകാലങ്ങളിൽ പണി കഴിച്ചത് എങ്ങനെ ആയിരിക്കാം, എത്ര വർഷം എടുത്തിരിക്കാം എന്ന് ഒന്ന് ചിന്തിച്ചു പോകുവാൻ തോന്നുന്ന അവസരം കൂടിയാണിത്. ഇപ്പം ഈ പാലം കണ്ടാൽ അറിയാം, ഏകദേശം 99% പണിയും കഴിഞ്ഞ സ്ഥിതിയിലാണ്. ഈ വലത്ത് സൈഡിൽ കാണുന്നത് ആളുകൾക്ക് നടക്കാനുള്ള വഴിയാണ്. അതുപോലെ തന്നെ 2 വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയിൽ ആണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി വളരെ അപൂർവം വർക്കുകളാണ് ഉള്ളൂ എന്നാണ് ഈ പാലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക. ഏകദേശം 99% വർക്കും കഴിഞ്ഞതാണ്. ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ പോകാനുള്ള അവസരങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ടാകും. കാരണം ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതിന് കേന്ദ്ര റെയിൽവേയുടെ അനുമതി കിട്ടേണ്ടി വരും. വർക്ക് കഴിഞ്ഞാലും അതിൻ്റെ അനുമതിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണമെങ്കിൽ ഇനിയും കാത്തിരുന്ന് നേരം വൈകിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം എത്ര വർക്കൊക്കെ കഴിഞ്ഞാലും റെയിൽവേയുടെ അപ്രൂവൽ ഒരുപക്ഷെ എന്നല്ല, അത് നിർബന്ധമായും കിട്ടേണ്ടി വരും. കാരണം അതങ്ങനെയാണല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയും ഇനി ഒരുപാട് വൈകിക്കാതെ ഈ ഒരു തലമുറയ്ക്ക് ഈ പാലം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് ഇനിയെങ്കിലും തുറക്കാൻ സജ്ജമാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം എന്ന് വരെ പറയാം. കാരണം അത്രയും കാലങ്ങൾ ജനങ്ങൾ ഇതിലെ ദുരിതം അനുഭവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഒരു ഫണ്ട് മുടക്കുമ്പോൾ അത് ഈ തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. വരും തലമുറയ്ക്കാണെങ്കിൽ ആ കാലത്ത് പണിത പോരെ. ഇന്നത്തെ ആധുനിക യുഗം എന്താണ്, എന്തെല്ലാം നമ്മൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന കാലമാണ്. ആ കാലത്താണ് ഇത്രയും ദീർഘിപ്പിച്ച് ഒരു പണി നടക്കുന്നത് എന്നതിൽ വളരെ സങ്കടം ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുക. ഓക്കെ, താങ്ക് യു. വീഡിയോ കാണുന്ന എല്ലാ ആളുകൾക്കും നന്ദി, നമസ്കാരം. ഓക്കെ.